ലെബനോനിലേക്കാണ് കൂടുതൽ കരമാർഗം ഇസ്രായേൽ സൈന്യത്തെ വിന്യസിക്കുവാൻ ഇസ്രായേൽ പ്രതിരോധ സേന തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തെക്കൻ ലെബനോൻ മേഖലയിലേക്കാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഈ ഹിസ്ബുള്ള ഭീകരർ വലിയ തോതിലുള്ള ഡ്രോണുകളും റോക്കറ്റുകളും തൊടുത്തുവിടുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് അറ്റാക്ക്, ഇസ്രായേൽ പൗരന്മാർക്ക് നേരെയുള്ള തെക്കൻ ലെബനോനിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂടുതൽ സൈനികരെ തെക്കൻ ലെബനോൻ മേഖലയിലേക്ക് കരമാർഗം അയക്കുവാൻ ഇസ്രായേൽ പ്രതിരോധ സേന തയ്യാറെടുത്തിരിക്കുന്നത്, അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഓർക്കുന്നുണ്ട്, കാരണം ഈ ഹിസ്ബുള്ള ഭീകരർ ലെബനോന്റെ മണ്ണിൽ അവർക്ക് തോന്നിയ രീതിയിൽ, അവർക്ക് തോന്നും പോലെ അവരുടെ തന്നെ സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനെതിരെ പ്രതിരോധം തീർക്കുവാൻ, അവരെ ആക്രമിക്കുവാൻ ഇസ്രായേലിന് എല്ലാ അവകാശവും പിന്തുണയും എല്ലാ അവകാശം ഉണ്ട് എന്ന് ലെബനോൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസ്താവന നൽകിയിരുന്നു. പക്ഷേ അവർ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചൊരു കാര്യമുണ്ട്, ലെബനോന്റെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ വേണം ആക്രമണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലെബനോന്റെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഹിസ്ബുള്ളകൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിന് നല്ലൊരു പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ